അമേരിക്കയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഫൈറ്റർ ജെറ്റ് ആർക്കും കാണാൻ കഴിയില്ലെന്ന വിശ്വാസത്തോടെ ഇറാന്റെ ആകാശത്തേക്ക് പറന്നു. പക്ഷേ ശത്രുക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് അത് തിരിച്ചു വന്നത്. ആ ഒരൊറ്റ ചിത്രം മതി ഇന്നത്തെ കാലത്തെ വ്യോമയുദ്ധങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ നമ്മുടെ കഥ ഒരു വിമാനത്തെക്കുറിച്ചും അതിനേറ്റൊരു പ്രഹരത്തെക്കുറിച്ചും പിന്നെ വലിയൊരു ചോദ്യത്തെക്കുറിച്ചുമാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ആകാശത്ത് പോലും നുഴഞ്ഞു കയറാൻ ഡിസൈൻ ചെയ്ത അമേരിക്കൻ വ്യോമസേനയുടെ അഭിമാനമായിട്ടുള്ള F-35 തകർക്കാൻ ഇറാന് എങ്ങനെ കഴിഞ്ഞു? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പോകാം. ആദ്യം എന്താണ് ഈ F-35? രണ്ടാമതായി അമേരിക്കയ്ക്കും അവരുടെ സഖ്യ രാഷ്ട്രങ്ങൾക്കും ഇതൊരു വലിയ കാര്യമാകുന്നത് എന്തുകൊണ്ട്? അവസാനം അമേരിക്കയേക്കാൾ വളരെ കുറഞ്ഞ സജ്ജീകരണങ്ങൾ മാത്രമുള്ള ഇറാനെ പോലൊരു രാജ്യത്തിന് ഇതിനെ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു? F-35 മുഴുവൻ പേര് F-35 ലൈറ്റ്നിംഗ് 2 എന്നാണ്. അമേരിക്കൻ പ്രതിരോധ ഭീമനായിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിനാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതൊരു 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്. ലളിതമായിട്ട് പറഞ്ഞാൽ വേഗത്തിലും ആയുധങ്ങളിലും മാത്രം ഒതുങ്ങാതെ ഒളിച്ചിരിക്കാനുള്ള കഴിവിനും സെൻസറുകൾക്കും കമ്പ്യൂട്ടിംഗ് പവറിനും പ്രാധാന്യം നൽകുന്ന ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റാണിത്. സ്റ്റെൽത്ത് അഥവാ അദൃശ്യമാകുക എന്ന് പറയുമ്പോൾ ഹോളിവുഡ് സിനിമകളിലേതുപോലെ പെട്ടെന്ന് മാഞ്ഞു പോകും എന്നല്ല അർത്ഥം. ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ വളരെ ചെറിയൊരു പൊട്ടുപോലെ മാത്രമേ കാണാൻ കഴിയൂ. സാധാരണയായിട്ട് റഡാറുകൾ അയക്കുന്ന റേഡിയോ തരംഗങ്ങൾ വിമാനത്തിൽ തട്ടി തിരികെ വരും. എന്നാൽ F-35 പരന്ന പ്രതലങ്ങളും കൂർത്ത അരികളും പ്രത്യേകതര കോട്ടിങ്ങും ഈ തരംഗങ്ങളെ വളക്കുകയും വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ വളരെ കുറച്ച് സിഗ്നലുകൾ മാത്രമേ റഡാർ സ്ക്രീനിൽ തിരിച്ചെത്തുകയുള്ളൂ. ഇതൊരു മൾട്ടി റോൾ ഫൈറ്റർ കൂടിയാണ്. അതായത് ഒരൊറ്റ ജോലിക്ക് പകരം പലതരം ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയും. ഒരു മിഷനിൽ ഇതിനെ ആകാശത്ത് വെച്ച് മറ്റു വിമാനങ്ങളുമായിട്ട് പോരാടാൻ കഴിഞ്ഞേക്കും. മറ്റൊരു മിഷനിൽ ഭൂമിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ബോംബിടാൻ ഇതിന് സാധിക്കും. ഇനി വേറൊരു മിഷനിൽ നിശബ്ദമായിട്ട് എല്ലാം നിരീക്ഷിച്ച് വിവരങ്ങൾ മറ്റു സൈനികർക്ക് കൈമാറാനും ഇതിന് കഴിയും. ആവശ്യമെങ്കിൽ ശത്രുക്കളുടെ റഡാറുകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും തകരാറിലാക്കാനും ഇതിന് സാധിക്കും. ആകാശ യുദ്ധത്തിനും ബോംബിടാനും ഇലക്ട്രോണിക് യുദ്ധത്തിനുമായി വെവ്വേറെ വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഇതെല്ലാം ഒറ്റ വിമാനത്തിൽ ചെയ്യാൻ കഴിയണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. F-35 പ്രധാനമായിട്ടും 3 മോഡലുകളാണ് ഉള്ളത്. F-35A ആണ് അമേരിക്കൻ വ്യോമസേന ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മോഡല്. സാധാരണ റൺവേകളിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും ഇതിന് കഴിയും. പഴയ F-16 വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് ഇതിനെ കൊണ്ടുവന്നത്. രണ്ടാമത്തേത് അമേരിക്കൻ മറൈൻ കോർപ്സ് ഉപയോഗിക്കുന്ന F-35B ആണ്. ചെറിയ റൺവേകളിൽ നിന്ന് പറന്നു ഉയരാനും ഒരു ഹെലികോപ്റ്റർ പോലെ ലംബമായിട്ട് താഴേക്ക് ഇറങ്ങാനും ഇതിന് കഴിയും. വലിയ റൺവേകളില്ലാത്ത ചെറിയ കപ്പലുകളിലും താൽക്കാലിക ബേസുകളിലും ഇത് വളരെ ഉപകാരപ്രദമാണ്. മൂന്നാമത്തേത് അമേരിക്കൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള F-35C ആണ്. ഇതിന് വലിയ ചിറകുകളും ശക്തമായിട്ടുള്ള ലാൻഡിംഗ് ഗിയറുകളുമുണ്ട്. അതിനാൽ കടലിലുള്ള വലിയ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരാനും സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാനും ഇതിന് സാധിക്കും. എന്നാൽ F-35 യഥാർത്ഥത്തിൽ വ്യത്യസ്തമാക്കുന്നത് അതിലെ എഞ്ചിനല്ല, മറിച്ച് അതിൻ്റെ തലച്ചോറാണ്. ഈ വിമാനം മുഴുവൻ സെൻസറുകളാണ്. മുൻവശത്ത് റഡാറ്, താഴെ ഇൻഫ്രാറെഡ് ക്യാമറകൾ, വിമാനത്തിന് ചുറ്റും ഇലക്ട്രോണിക് റിസീവറുകൾ. പഴയ വിമാനങ്ങളിൽ പൈലറ്റുമാർക്ക് പല സ്ക്രീനുകളിൽ നോക്കി വിവരങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ F-35 കരുത്തുറ്റ കമ്പ്യൂട്ടറുകൾ അതെല്ലാം തനിയെ ചെയ്തുകൊള്ളും. വിമാനത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പൈലറ്റിന് ലഭിക്കും. ശത്രുക്കളുടെ റഡാറുകൾ എവിടെയാണ്, നമ്മുടെ വിമാനങ്ങൾ എവിടെയാണ്, ഇപ്പോൾ ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. കോക്പിറ്റിലെ വലിയ സ്ക്രീനിലും പൈലറ്റ് ധരിക്കുന്ന പ്രത്യേക ഹെൽമെറ്റിലും ഈ വിവരങ്ങൾ തെളിയുമെന്നുള്ളതാണ്. ക്യാമറകളുടെ സഹായത്തോടെ വിമാനത്തിന്റെ തറയിലൂടെ താഴേക്ക് നോക്കാൻ പോലും ആ ഹെൽമെറ്റ് പൈലറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ F-35 ആകാശത്തെ നായകൻ എന്ന് വിളിക്കാറുണ്ട്. ഫുട്ബോൾ മൈതാനത്തെ ഒരു ക്യാപ്റ്റനെ പോലെ വെറുതെ ഓടുകയും കളിക്കുകയും മാത്രമല്ല ഇത് ചെയ്യുന്നത്. കളി മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഇതിന് കഴിയും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയോ വിമാനങ്ങളെയോ കണ്ടുപിടിച്ച് ആ വിവരങ്ങൾ മറ്റ് വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും കപ്പലുകൾക്കും താഴെയുള്ള സൈനികർക്കും കൈമാറാൻ F-35 സാധിക്കും. ചിലപ്പോൾ മറ്റൊരു വിമാനമായിരിക്കും മിസൈല് തൊടുക്കുന്നത്. എന്നാൽ അതിന് വഴി കാണിച്ചു കൊടുക്കുന്നത് F-35 നൽകുന്ന വിവരങ്ങളായിരിക്കും. ചുരുക്കത്തിൽ ഇത് സ്വയം വെടിയുതിർത്തതല്ലെങ്കിലും എങ്ങോട്ടാണ് വെടിവെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും
ഇതായിരിക്കും. അമേരിക്ക ഈ വിമാനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വ്യോമസേന, നാവികസേന, മറൈൻ കോർപ്സ് എന്നീ 3 വിഭാഗങ്ങളിലുമുള്ള പഴയ വിമാനങ്ങളെ മാറ്റി F-35 കൊണ്ടുവരികയാണ് അവർ. വരും ദശകങ്ങളിൽ അമേരിക്കൻ വ്യോമശക്തിയുടെ പ്രധാന ഭാഗമായി ഈ വിമാനം മാറണം എന്നാണ് അവരുടെ ലക്ഷ്യം. അമേരിക്ക യുദ്ധം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഇറാന്, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ആധുനിക റഡാറുകളും മിസൈലുകളും ഉപയോഗിച്ച് വളരെ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ വലയം തീർക്കുകയാണ്. അത്തരം സുരക്ഷയുള്ള സ്ഥലങ്ങളിലേക്ക് പഴയതരം വിമാനങ്ങളെ അയക്കുന്നത് വലിയ അപകടമാണ്. അവരെ ദൂരെ നിന്നും തന്നെ കണ്ടുപിടിക്കാനും വെടിവെച്ചിടാനും കഴിയും. എന്നാൽ ശത്രുക്കളുടെ ഇത്തരം കോട്ടകൾ ഭേദിക്കാൻ വേണ്ടിയാണ് F-35 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം അകത്ത് കിടക്കുക, ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുക, പ്രധാന ലക്ഷ്യങ്ങൾ തകർക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ സ്വയം ആക്രമിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആക്രമിക്കാനുള്ള വിവരങ്ങൾ നൽകുക. ഇതൊരു വലിയ കാര്യമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അമേരിക്കയുടെ പല സഖ്യരാഷ്ട്രങ്ങളും F-35 വാങ്ങുകയോ പറത്തുകയോ ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെ പല നാറ്റോ രാജ്യങ്ങളും കൂടാതെ ഇസ്രായേൽ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയവരും, അതായത് ഭാവിയിൽ ഒരു യുദ്ധം വന്നാലേ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന പല രാജ്യങ്ങളും ഒരേ വിമാനവും ഒരേ ഡാറ്റ സിസ്റ്റവുമായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. 10 വ്യത്യസ്ത സിസ്റ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നതിന് പകരം എല്ലാവർക്കും ഒരൊറ്റ നെറ്റ്വർക്കിലേക്ക് എളുപ്പത്തിൽ മാറാൻ കഴിയും. അമേരിക്കയെയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളെയും സംബന്ധിച്ചിടത്തോളം യുദ്ധക്കളത്തിൽ എല്ലാവരും ഉപയോഗിക്കാൻ സമ്മതിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള സ്മാർട്ട് ഫോൺ പോലെയാണ് ഈ F-35. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ ആകാശത്ത് സംഭവിച്ച കാര്യങ്ങൾ കൂടുതൽ കൗതുകരമാവുകയാണ്. ഇറാന് മുകളിൽ ഒരു മിഷനിലായിരുന്നു അമേരിക്കൻ F-35. അമേരിക്കൻ F-35 വിമാനത്തിന് നേരെ ഇറാൻ സേനയുടെ ആക്രമണം ഉണ്ടായി. തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെയോ സഖ്യരാഷ്ട്രങ്ങളുടെയോ ഒരു ബേസിൽ ഈ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഓപ്പറേഷനിടെ തങ്ങളുടെ ഒരു F-35 കേടുപാടുകൾ സംഭവിച്ചെന്നും വിമാനം സുരക്ഷിതമായിട്ട് താഴെ ഇറക്കിയെന്നും പൈലറ്റിന് കുഴപ്പമൊന്നുമില്ലെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചാണ്. എന്നാൽ എന്തുകൊണ്ടാണ് വിമാനത്തിന് പരിക്കേറ്റത് എന്നതിനെക്കുറിച്ച് അവർ വ്യക്തമാക്കിയില്ല. മറുഭാഗത്ത് ഇറാൻ ഇതിനെക്കുറിച്ച് വാചാലരായിരുന്നു. മധ്യ ഇറാന് മുകളിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേന ഒരു F-35 കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും വെടിവെക്കുകയും ചെയ്തു എന്ന് അവരുടെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. റഡാർ ദൃശ്യങ്ങളുടെയും മിസൈൽ ആക്രമണത്തിന്റെയും വീഡിയോകൾ ഒഫീഷ്യലായിട്ടുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇന്നലെ ഇതിൽ മറ്റൊരു നിർണായകമായിട്ടുള്ള വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഒരു F-35 വിമാനത്തെ തങ്ങൾ ഹിറ്റ് ചെയ്യുന്നതിന്റെ പുതിയൊരു വീഡിയോ ഇറാൻ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ 2 വ്യത്യസ്ത കഥകൾ കേൾക്കാൻ തുടങ്ങി. ഇറാന്റെ അവകാശവാദം വളരെ വലുതാണ്. ഒരിക്കലും തകർക്കാനാവില്ലെന്ന് കരുതിയിരുന്ന അമേരിക്കൻ സ്റ്റെൽത്ത് ഫൈറ്റർ അത്ര വലിയ സംഭവമൊന്നല്ല എന്ന് തങ്ങൾ തെളിയിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അമേരിക്കൻ അധികൃതർ വളരെ ശ്രദ്ധയോടെയാണ് സംസാരിക്കുന്നത്. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചെന്നും സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു എന്നും അവർ പറയുന്നുണ്ടെങ്കിലും വെടിവെച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നില്ല. ഉപയോഗിച്ച ആയുധം ഒരു സർഫസ് ടു എയർ മിസൈൽ ആയിരിക്കാമെന്നോ അല്ലെങ്കിൽ റഡാറിന് പകരം വിമാനത്തിന്റെ ചൂട് തിരിച്ചറിഞ്ഞ് പിന്തുടരുന്ന ഒരു ഇൻഫ്രാറെഡ് സീക്കർ അടങ്ങിയ ആയുധം ആയിരിക്കാമെന്നോ ചില സ്വതന്ത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലും ഒരു കാര്യം വ്യക്തമാണ്. സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ വിമാനത്തെ ഒട്ടും കാണാൻ കഴിയില്ല എന്നല്ല അർത്ഥം, കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമാണ്. ഉദാഹരണത്തിന് ബിസിനസ് ഇൻസൈഡർ പറയുന്ന അനുസരിച്ചിട്ട് വികസിതമായിട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ട് F-35 തകർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയാനാവില്ല. മാത്രമല്ല, ബാവാർ 373, റഷ്യൻ നിർമ്മിത S-300 തുടങ്ങിയ ദീർഘദൂര സിസ്റ്റങ്ങളും മറ്റു റഡാറുകളും ഒപ്റ്റിക്കൽ സെൻസറുകളും ഉപയോഗിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ എങ്ങനെയായിരിക്കും ശരിക്കും അതിനെ ആക്രമിച്ചത്? ഇതിനൊരു യുക്തിസഹമായിട്ടുള്ള വിശദീകരണം വരുന്നത് ചില ഡിഫൻസ് അനാലിസിസിൽ നിന്നാണ്. ഇന്ത്യ ടുഡേയുടെയും മറ്റു റിപ്പോർട്ടുകൾ പ്രകാരം ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് അഥവാ IRST എന്ന സംവിധാനമായിരിക്കും ഇതിൽ നിർണായകമായത്. ഒരു സ്റ്റെൽത്തി വിമാനത്തിന്റെ രൂപവും കോട്ടിങ്ങും കാരണം റഡാറുകൾക്ക് അതിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് റഡാർ സിഗ്നലുകളുടെ ആവശ്യമില്ല. അവർ വിമാനത്തിന്റെ ചൂടാണ് നോക്കുന്നത്.
തണുത്ത ആകാശത്ത്, പ്രത്യേകിച്ച് രാത്രിയിലോ വളരെ ഉയരത്തിലോ, ഒരു ജെറ്റ് എഞ്ചിനും വേഗത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ പുറംഭാഗവും വ്യക്തമായിട്ടുള്ള ചൂട് പുറത്തുവിടുന്നു. IRS സിസ്റ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആകാശത്തേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു തെർമൽ ക്യാമറയാണ്. വിമാനത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ പിന്തുണയും ഇതിനുണ്ടായിരിക്കും. വിദഗ്ധർ പറയുന്നത് ഇറാൻ സേന ആദ്യം ഈ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റം ഉപയോഗിച്ചാകാം F-35 ചൂട് കണ്ടെത്തിയത് എന്നാണ്. ഇതിനോടൊപ്പം അവരുടെ സാധാരണ റഡാറുകളും പ്രവർത്തിച്ചിട്ടുണ്ടാകും. വിമാനത്തിന്റെ ദിശ, വേഗത, ഉയരം എന്നിവയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വിവരം കമാൻഡ് നെറ്റ്വർക്കിലേക്ക് നൽകാൻ സാധിക്കും. അവിടെ നിന്ന് ഒരു സർഫസ് ടു എയർ മിസൈലിനെയോ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഡ്രോണിനെയോ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അയക്കാൻ കഴിയും. ഇത്തരം ചില ആയുധങ്ങളിൽ സ്വന്തമായിട്ട് ഇൻഫ്രാറെഡ് സീക്കറുകൾ ഉണ്ടാകും. അതായത് റഡാർ സിഗ്നലുകൾ ദുർബലമാണെങ്കിൽ പോലും അടുത്തേക്ക് ചെല്ലും തോറും വിമാനത്തിന്റെ ചൂട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്താൻ അവയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെ തകർക്കുകയല്ല ചെയ്തത്. പകരം സ്റ്റെൽത്തിന് ശക്തി കുറഞ്ഞ ഒരു ഭാഗമായിട്ടുള്ള വിമാനത്തിന്റെ ചൂടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ മറികടക്കുകയാണ് ചെയ്തത്. ഇറാനിയൻ 358 മിസൈലാകാം ഇതിനായിട്ട് ഉപയോഗിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഫ്രാറെഡ് സീക്കറുള്ള ഇത്തരമൊരു മിസൈല് വേഗത കുറഞ്ഞ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും എതിരെ ഇതിനു മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ആ മിസൈല് തന്നെയല്ല ഉപയോഗിച്ചതെങ്കിൽ പോലും രീതി സമാനമാണ് എന്നുള്ളതാണ്. ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് കണ്ടെത്തുക, പലതരം സെൻസറുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുക, എന്നിട്ട് റഡാർ സിഗ്നലിന് പകരം വിമാനത്തിന്റെ ചൂടിനെ പിന്തുടരുന്ന ഒരു ആയുധം അയക്കുക. ഇതിന്റെ ഫലമായിട്ട് F-35 കേടുപാടുകൾ സംഭവിക്കുകയും മിഷൻ ഉപയോഗിച്ച് ഒരു ബേസിക് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വരികയും ചെയ്തു എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങൾ ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടി എന്നാണ് ഇറാന് അവകാശപ്പെടുന്നത്. എന്നാൽ വിമാനം തകർന്നിട്ടില്ലെന്നും പൈലറ്റ് സുരക്ഷിതനാണെന്നും ആദ്യത്തെ ഇൻസിഡന്റിൽ അമേരിക്ക പറയുന്നുണ്ട്. ഈ കേടുപാടുകൾ സംഭവിച്ചു, വെടിവെച്ചിട്ടു എന്ന വാക്കുകൾക്കിടയിലുള്ള വ്യത്യാസത്തിലാണ് യഥാർത്ഥ വിവരയുദ്ധം നടക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ജെറ്റിനെ പരിക്കുകളോടെ മടങ്ങാൻ നിർബന്ധിതനാക്കിയത് തന്നെ വലിയൊരു പ്രതീകാത്മക വിജയമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കപ്പെട്ടിട്ടും വിമാനം തകർന്നു വീണില്ല എന്ന് ഊന്നിപ്പറയുന്നത് തങ്ങളുടെ വിമാനത്തിന്റെ കരുത്തും കഴിവും എടുത്തു കാണിക്കാൻ സഹായിക്കുന്നുണ്ട്. ഭാവിയിൽ ഇതെല്ലാം എന്തൊക്കെ മാറ്റങ്ങളാക്കും എന്നുള്ള ചോദ്യമുണ്ട്. അമേരിക്കയ്ക്കും സഖ്യരാഷ്ട്രങ്ങൾക്കും ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. സ്റ്റെൽത്ത് മാത്രം ഒരു പൂർണ്ണ സംരക്ഷണമല്ല എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരുടെ യുദ്ധതന്ത്രങ്ങളും ഇലക്ട്രോണിക് യുദ്ധമുറകളും കുറച്ചുകൂടി ദൂരെ നിന്ന് പ്രയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളും അവർ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം വിമാനത്തിൽ നിന്നുള്ള ചൂടും മറ്റ് എമിഷനുകളും മറക്കാനുള്ള വഴികളും അവർ കണ്ടെത്തണം. ഇറാനെപ്പോലെ കനത്ത സുരക്ഷയുള്ള രാജ്യങ്ങൾക്ക് മുകളിലെ മിഷനുകൾക്ക് ഇനി കൂടുതൽ ശ്രദ്ധാപൂർവമായിട്ടുള്ള പ്ലാനിങ് വേണ്ടിവരും. പൈലറ്റുമാരുള്ള വിമാനങ്ങൾ അത്രയും അടുത്തു പോകാതിരിക്കാൻ ഡ്രോണുകളുടെയും ദീർഘദൂര മിസൈലുകളുടെയും പിന്തുണ കൂടുതൽ അവർക്ക് വേണ്ടി വന്നേക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വാർത്താലോകത്ത് അവർക്ക് കിട്ടിയ വലിയൊരു നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു റിവാർഡാണ്. അമേരിക്കയുടെ ഏറ്റവും മികച്ച വിമാനത്തെ ഞങ്ങൾ വെല്ലുവിളിച്ചു, അതിനെ ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങളുടെ വ്യോമ പ്രതിരോധം വളരെ ശക്തമാണ് എന്ന് അവർക്ക് ലോകത്തോട് വിളിച്ചു പറയാം. ഉള്ളിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണെങ്കിലും ഇത് അവരുടെ ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പായും സ്വന്തം ജനങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമായിട്ട് മാറും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ നിന്നുള്ള പാഠം വളരെ ലളിതമാണ്. F-35 എന്നത് വെറും ഒരു ഫൈറ്റർ ജെറ്റ് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ആകാശങ്ങളിൽ പറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലൈയിങ് സെൻസറും കമാൻഡ് സെൻറ്ററും കൂടിയാണിത്. പക്ഷേ അത് മാന്ത്രികമായിട്ട് അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല. കൃത്യമായിട്ടുള്ള റഡാറുകളും ഇൻഫ്രാറെഡ് സെൻസറുകളും മിസൈലുകളും സ്മാർട്ട് നെറ്റ്വർക്കിംഗ് കൂടി ചേർന്നാൽ ഒരു 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററിനെ പോലും കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും കഴിയും. ആധുനിക യുദ്ധങ്ങളിൽ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ആയുധമില്ല. ഓരോ പുതിയ സാങ്കേതിക വിദ്യയും അതിനെ നേരിടാനുള്ള പുതിയൊരു ടെക്നോളജി സൃഷ്ടിക്കുന്നുണ്ട്. സ്റ്റെൽത്ത് വന്നപ്പോൾ റഡാറുകൾ കൂടുതൽ അഡ്വാൻസ്ഡായി. ഇപ്പോൾ ഇൻഫ്രാറെഡ് സെൻസറുകളും മികച്ച മിസൈലുകളും വന്നപ്പോൾ സ്റ്റെൽത്ത് ടെക്നോളജിക്കും ഇനിയും മാറേണ്ടി വന്നിരിക്കുകയാണ്. ആകാശത്തെ ഈ ഒളിച്ചുകളിയുടെയും വേട്ടയാടലിന്റെയും തുടരുന്ന ഓട്ടമത്സരത്തിലെ ഒരു ചെറിയ അധ്യായം മാത്രമാണ് ഇറാന് മുകളിലുള്ള ഈ F-35 ഈ കഥ.